അതെ, കാലത്തൊരു ഇച്ചിരി മാറ്റാവോ? ഗിയറൊന്നാണ്. കുടുംബം കൊണ്ടുപോകുന്നതെന്ന് നമ്മെ പഠിപ്പിച്ചു വരുന്നുണ്ട്. സമൂഹത്തിൽ മാതൃകാ കുടുംബ ജീവിതത്തിന്റെ പ്രസക്തി മലമുഴക്കി വേഴാമ്പലിന്റെ കഥയിൽ വേണ്ടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ ഇല്ല അമ്മച്ചി, ഞാനും കൂടിയിട്ട് പോകാന്ന്. കൊച്ചു പോകുന്ന കണ്ടോ? എന്നാ വണ്ടി ഇട്ടിച്ചു വരാം. അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നാം വളർത്തുന്നതായ നമ്മുടെ മൃഗങ്ങൾ, പക്ഷികൾ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മലമുഴക്കി വേഴാമ്പൽ. എന്തുകൊണ്ടെന്നാൽ അത് കുടുംബജീവിതം ഭദ്രമായിട്ടും സന്തോഷകരമായിട്ടും കൊണ്ടുപോകുന്നു. പെൺവേഴാമ്പൽ മുട്ടയിട്ട് അടയിരിക്കുമ്പോൾ നിന്റെ ആക്രാന്തൊക്കെ മാറിയോടാ? ഞാൻ പറഞ്ഞു വന്നത് മലമുഴക്കി വേഴാമ്പൽ. നീ എങ്ങോട്ടേ പോകുന്നേ? ഞാൻ പോവാ. എന്നെ കൊണ്ട് വൈകി ഇങ്ങനെ കോമാളിയാ. എടാ, നിനക്ക് ചെറിയൊരു കൈവത്തം പറ്റിയെന്ന് പറഞ്ഞ് നീ എന്നെ എത്രയെങ്കിലും എണ്ണപ്പെടുന്നത്? ഇത് നിനക്ക് മാത്രം പറ്റുന്ന കേസല്ലെന്നേ. നിനക്കറിയോ, അവിടെ പാറക്കുടിയിൽ ജോസൂട്ടിയുടെ പെങ്ങളാ മിണ്ടാ പൂച്ചായിട്ടിരുന്ന പെണ്ണ് സോണി, അവളുടെ കല്യാണം കഴിഞ്ഞായിരുന്നു. അവളിപ്പോൾ കേസും കൂട്ടുമായിട്ട് വീട്ടിൽ വന്നിരിക്കുക. കാരണം തന്നെ ഭർത്താവിന്റെ അമിത ലൈംഗിക പീഡനം. അതിന് ഞാൻ അതൊന്നും വിചാരിച്ച് ചെയ്തല്ല. അതല്ലടാ, എടാ ആ കാര്യം നാട്ടിൽ ചുടുവും ചൂലും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇതറിയും. നിന്നെ 10 പേര് അറിയുന്നോണ്ട് നാട്ടുകാരിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടെടുക്കും. അതിന് നിനക്കല്ല യാതം അല്ലേ അച്ചോ? സിൽവാച്ച ഇങ്ങ് വന്നേ. ഇത് നല്ല കളി. എടാ, നീ അന്ന് എൻ്റെ മുമ്പിൽ കുമ്പസാരിക്കാൻ വന്നപ്പോൾ ഈ കാര്യത്തിന് ഇത്ര പിഞ്ചാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. എടാ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല, ഞാൻ അത്ര കാര്യമായിട്ടെടുത്തില്ല. നല്ലൊരു കൗൺസിലിംഗ് നിനക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. എൻ്റെ കുറ്റമാണ്, ഞാൻ ക്ഷമ വയ്ക്കണം. നമ്മുടെ പള്ളിയിൽ ഈ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫാമിലി കൗൺസിലിംഗ് നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടുണ്ട്. നല്ല ഫേമസ് അച്ഛനാണ് വരുന്നത്, എബി പുത്തുമുറിക്കൽ അച്ഛൻ. നീയും റിൻസിമോളും അതൊന്നും അറ്റൻഡ് ചെയ്യും. കൊള്ളാം, ഇത്രയും കൊല്ലമായി നിങ്ങൾ ചേട്ടനനിയന്മാരെ പോലെ കഴിയുന്നു. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇക്കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ ഈ കുഴപ്പം വല്ലതും ഉണ്ടാകുമായിരുന്നോ? എന്നിട്ടിപ്പം ചിരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പെണ്ണ, ഇതൊക്കെ ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണോ? എനിക്കാരും ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് നിനക്ക് എന്തായാലും കുഴപ്പം പറ്റിയോ? ഈ ചേട്ടൻ എപ്പോഴും ഒരു തമാശയാ. അവൻ്റെ വിഷമം അവനെ അറിയത്തുള്ളൂ. എടാ ചെറുക്ക, നീ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിച്ച് വല്ല അസുഖം വരുത്തി വെക്കണ്ട. ഞാൻ പോവാ, നിങ്ങൾ കുളിച്ചിട്ട് വന്നേരേ. നിങ്ങൾ അടിപൊളിയാണ് ചോദിച്ചത്. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാറുണ്ടോ? ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാറുണ്ടോ? എന്നാലും ഞാൻ കൊത്തിനേരം ഒന്നും അങ്ങനെ പണയിരിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ സഹായിക്കണം ഏട്ടാ? അതൊക്കെ അതൊന്നും ആരോടും പറഞ്ഞാൽ മനസ്സിലായില്ലടാ. അത് അനുഭവിച്ചു തന്നെയല്ലേ. ഞാൻ ചെയ്ത മഹാപോക്രിത്തരായി പോലെ ഏട്ടാ. പിന്നല്ലാതെ സംശയമുണ്ടോ? ഇപ്പം നിനക്കത് ബോധ്യമായല്ലോ. എടാ, നിനക്കൊന്നും അറിയില്ലായിരുന്നുള്ളത് ആ കൊച്ചിനോടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അന്ന് രാത്രി ഞാൻ അങ്ങനെയൊന്നും പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു ഏട്ടാ. ഞാൻ വല്ലാണ്ട് പേടിച്ചു കേട്ടാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച ദിവസങ്ങളുണ്ടായിട്ടില്ല. ചേട്ടൻ അറിയോ? എടാ, എന്തിനാടാ ഒട്ടായി നീ മേടിച്ചത്? ഇത് ഈ ഭൂമിയിൽ നീ മാത്രം ചെയ്യുന്ന കാര്യമാണോ? അല്ലല്ലോ. ഇതൊന്നും എല്ലാവർക്കും നേരാൻ വണ്ണം അറിയണമെന്നൊന്നുമില്ല. നീ വെറുതെ ടെൻഷൻ അടിക്കാതെ ഈ ചുറ്റുപാടുമൊക്കെ ഒന്ന് നോക്കി. എന്തെല്ലാം തരം ജീവികളാണ്. അതിലേതെങ്കിലും ഒന്ന് സ്വന്തം സുഖത്തിന് വേണ്ടി ഇണയെ ആക്രമിച്ച് കീഴ്പ്പെടുന്നതാണ് നീ കേട്ടിട്ടുണ്ടോ? അല്ലെ കണ്ടിട്ടുണ്ടോ? അത് ശരിയല്ല ഏട്ടാ. ഇതുങ്ങൾക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലേ? അതാ, അതുങ്ങളെപ്പോലെ തന്നെയാണ് നമ്മളും. എല്ലാവരുടെ ഉള്ളിൽ പ്രണയമുണ്ട്. അതൊക്കെ ഒന്ന് പുറത്തെടുത്താൽ മതി. ജീവിതം ഒന്നേ ഉള്ളൂ മോളെ. നമ്മുടെ ജീവിതം നമ്മളാ നോക്കേണ്ടത്. തെറ്റുകുറ്റമില്ലാത്ത ആരാ ഉള്ളേ? മോളെടുത്തുകാട് തീരുമാനം ഒന്നും എടുക്കരുത്. പോയി ചോദിച്ചടാ, ആ ഫുട്ബോളിങ് എടുത്തോ. ഞാൻ വന്നൊരു കോതോങ്കലത്ത് കാണിച്ചാൽ കിട്ടുമോ നോക്കാം. ഓ,
പെട്ടെന്ന് വരണം. തൊഴുത്തിലൊരു കണ്ണോണേ. അമ്മച്ചി പ്രാർത്ഥിക്കാം. ശരി അമ്മച്ചി. അനുജി പോലെ അമ്മച്ചി ഒറ്റയ്ക്കാക്കരുത്. അപ്പൊ ശരി, പോയിട്ട് വരാം. പ്രിൻസ് എന്നാ ആലോചിക്കണേ? ഒന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇച്ചിരി ടെൻഷനുള്ള വിഷയാ. എന്താ? ഞാനിപ്പോ പ്രിൻസിയെ വീട്ടിലാക്കാൻ വരുവാണല്ലോ. അപ്പൊ എന്നായാലും വീട്ടിൽ ഈ കാര്യം പറയുകയും ചെയ്യണം. അതാണ് എൻ്റെ ഒരു മര്യാദ. പക്ഷെ നമ്മൾ കാരണം വീട്ടുകാർക്കൊരു വിഷമം ഉണ്ടാവെന്ന് പറയുമ്പോൾ മനസ്സിനായിട്ടൊരു ബുദ്ധിമുട്ട്. താനപ്പോ ഞാൻ തന്നെ വീട്ടിലാക്കി പോയി കഴിഞ്ഞു എപ്പോഴെങ്കിലും താൻ ഈ കേസ് പറഞ്ഞാൽ മതി. എന്ത്? ഞാൻ ഒരു തരികട പാർട്ടിയാ, എൻ്റെ കൂടെ ഒത്തുപോകാൻ പറ്റത്തില്ലെന്നങ്ങ് പറഞ്ഞു. എന്നെ മോശമാക്കി സംസാരിച്ചു മതി. ഇതിപ്പോൾ ഞാൻ പറയുന്ന നമ്മൾ രണ്ടുപേരും കൂടെ ചേർത്ത് നിർത്തി ചോദ്യവും പറച്ചിലാവും. ഓ, അതൊക്കെ ഭയങ്കര വിഷയമാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവണല്ലേ? യാത്രയ്ക്ക് എങ്ങനെയുണ്ടായി? ഭയങ്കര ബ്ലോക്കായിരുന്നേ, വണ്ടിക്കകത്തിരുന്ന് പഴുത്തു. അത് ഈ പെരുന്നാളിൻ്റെ തിക്കും തിരക്കും. ബാ, എന്തൊക്കെയുണ്ട് റിൻസി? വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു കേട്ടോ. അവാർഡ് കിട്ടിയ കാര്യം ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. ആ ഉവ്വ. അമ്മച്ചിയെ കാണുന്നില്ലേ? ആ പിന്നെ അമ്മച്ചിയെ കാണാം. ദേ, എനിക്കധികം പോസ്റ്റ് തരില്ലേ, പെട്ടെന്ന് കൂടെ എത്തണം, അറിയാലോ. അമ്മച്ചി എങ്ങനെയുണ്ട് അമ്മച്ചി ഇപ്പോ കാലിന്? നിങ്ങളുടെ കാര്യം ഓർത്ത് കിടക്കുമായിരുന്നു. എന്താ താമസിച്ചേ? പള്ളി കയറിയോ? ഇല്ല അമ്മച്ചി. സമയം കിട്ടാൻ അമ്മച്ചി. എനിക്ക് ഇന്നലെ അങ്ങ് തിരിച്ചു പോകണം. എനിക്കൊരു അവാർഡ് കിട്ടിയത് അമ്മച്ചി അറിഞ്ഞായിരുന്നോ? അതിനൊന്ന് ഡൽഹി വരെ പോണം. അപ്പൊ ആ പേപ്പറൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാൻ വേണ്ടി. മോനെ പറയുന്നേ, കല്യാണം കഴിഞ്ഞ് ആദ്യമായി പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട് അപ്പൊ തന്നെ പോകാനോ? അത് പറ്റില്ല. എന്തായാലും ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോയാൽ മതി. പറ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ. അമ്മച്ചി സുഖായിരിക്കുന്നു? പിള്ളേരെല്ലാം നിർബന്ധിച്ചുകൊണ്ടിരിക്കുക റിൻസാൻറ്റിയുടെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞ്. അച്ഛൻ തിരക്കായതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ആഴ്ച അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. നിനക്ക് അവിടെ എങ്ങനെയുണ്ടോടി? നല്ല സുഖാൻറ്റി, ഒരു കുഴപ്പമില്ല. അമ്മച്ചി നല്ല സ്നേഹ. പിന്നെ അന്നീച്ചി, ടീന, സുരേഷ് ഗോപി ഒക്കെ ഉണ്ട്. സുരേഷ് ഗോപി അവിടെ വീട്ടിലെ പണിക്കാര്യങ്ങൾ നോക്കുന്ന ഗോപിച്ചേട്ടൻ്റെ മോനാ. സ്ലീവാച്ചിൻ്റെ ബ്രാൻഡ് ഏതാ? ഓ, അങ്ങനെ ഇന്ന ബ്രാൻഡ് ഒന്നുമില്ല, എല്ലാം അടിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് കഴിക്കണ്ടോ, ഞാൻ ചവിടിയേക്കുവാ. പെരുന്നാളായിട്ട് സ്ലീവാച്ചിൻ്റെ കൂടെ അടിക്കാൻ വെച്ച് വന്നായിരുന്നു, അപ്പം അത് പോയി. അത് ശരി. അപ്പോൾ അടി നിർത്തിയിട്ട് എത്ര ആളായി? കൃത്യമായിട്ട് പറഞ്ഞ കെട്ട് കഴിഞ്ഞപ്പോ അങ്ങ് നിർത്തി. റിൻസി, നീ അവിടെ ചെന്ന് സ്ലീവാച്ചിനാക്കി അടിമുടി മാറ്റിയെടുത്തല്ലോ. കൂർക്കയും പോർക്കും ഇത് റിൻസിമോടെ സ്പെഷ്യലാ. നീ ഇത് അവിടെ ചെന്ന് പരീക്ഷിച്ചായിരുന്നോ ഡി? ആ, അതെന്നറിയോ, ഈ ധ്യാനമൊക്കെ ആയിരുന്നോണ്ടേ റിൻസിക്ക് സമയം കിട്ടിയില്ല. അത് കുഴപ്പമില്ല, ഇനിയെങ്കിലും പരീക്ഷിക്കാലോ. അമ്മച്ചി ഇന്നിനി ഇവിടെ നിന്ന് വരവ് നടക്കത്തില്ല. ഇവിടുത്തെ അമ്മച്ചി വിട്ടില്ലെന്ന്. അവിടെ അനച്ചില്ലേ? ആ, ഞാൻ രാവിലെ തന്നെ എത്തിക്കോളാം. ശരി. അതൊക്കെ പിന്നെ ചെയ്യാം. നീ അങ്ങോട്ട് ചെല്ലേ. മോനവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ശരി അമ്മച്ചി.
കിടന്നില്ലായിരുന്നു? ഇല്ല. എനിക്ക് മുറി മാറി കിടന്നിട്ടാണെന്ന് അറിയില്ല, ഉറക്കം പറ്റില്ല. കുറച്ച് വെള്ളം എടുത്തരോ? ഈ പടമൊക്കെ റിൻസി വരച്ചാലേ? അതെ. അപ്പൊ കലാകാരിയാണ്. ഈ പടം എനിക്ക് മനസ്സിലായില്ല, ഇതെല്ലാത്തിന്റെ? അത് ഞാൻ വരച്ചതല്ല, പിക്കാസോൻ്റെയാ. പിക്കാസോ? പിക്കാസോ വലിയ ആർട്ടിസ്റ്റാ. എവിടുത്തായിരുന്നു? മലാക്ക, സ്പെയിൻ. ഫോറൻ പാർട്ടിയല്ലേ? എനിക്ക് കലാകാരന്മാരൊക്കെ എല്ലാം ഇഷ്ടമെന്നൊരു, പടം വരയ്ക്കുന്നവരെ, പാട്ട് പാടുന്നവരെ ഭയങ്കര കഴിവാന്ന്. ഈ ദാസേട്ടൊക്കെ എന്നെ ഒരു ഒച്ചാല്. പിന്നെ അപ്പൊ ഇനി എന്നെ റിൻസിയുടെ ഭാവി പരിപാടി എന്തെങ്കിലും പഠിക്കാൻ പോകണ്ടോ, അതോ എന്തെങ്കിലും ജോലിക്ക് പോകണ്ടോ? എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. ഈ വെള്ളം ഇവിടെ വെച്ചേക്കാവോ? എന്താ പിന്നെ ഞാൻ കിടക്കട്ടെ, വെളുപ്പിനങ്ങ് പോകണല്ലേ. അപ്പൊ ശരി, ഇനിയിപ്പോ വെളുപ്പിന് യാത്ര വരാൻ പറ്റിയില്ലെങ്കിലോ? ഈ മുറിയിൽ ഭയങ്കര ചൂടാ. വാതിലോർന്ന് ഇറന്നോട്ടെ, കുറച്ച് കാറ്റ് കയറുമല്ലോ. എന്നാ ശരി. ഇച്ഛ ശരിക്കും തീരുമാനിച്ചുറപ്പിച്ചോ? എന്നെ വെച്ച് നമ്മൾ പിരിയാണോ? അങ്ങനല്ലേ? അങ്ങനെയാണോ? പ്രിൻസി അല്ലേ പറഞ്ഞ എന്നെ പോലെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല, എന്നെ വീട്ടിൽ കൊണ്ടാക്കിയതെന്ന്. ഞാനൊന്നുകൂടെ കംഫർട്ടല്ലായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. ഇപ്പോ ഞാൻ ഓക്കെയാണ്. ഇച്ചാനോ? വന്ന് ഞാൻ സത്യം പറയട്ടെ, എനിക്ക് പിരീഡിനെ പറ്റി ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ലെന്ന്. എനിക്കെന്നെ ഇഷ്ടമാണെന്നറിയോ റിൻസിനെ. റിൻസിക്ക് വിഷമാതിരിക്കാൻ വേണ്ടിയിട്ടാ റിൻസി പറഞ്ഞ പോലെ എല്ലാം ഞാൻ ചെയ്ത്. ഇപ്പം വീട്ടിൽ കൊണ്ടാക്കിയത് പോലും റിൻസിക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ടാ. എനിക്ക് ഇതുവരെ ഞാൻ വിചാരിച്ചത് റിൻസിക്ക് എന്നെ കാണുന്ന പോലും ദേഷ്യമെന്ന. ഇതൊക്കെ ഒന്നും തുറന്നു പറയാൻ പറ്റണ്ടേ? ഇപ്പൊ ഉണ്ടല്ലോ സംഗീതം എന്നടക്കം ഇറങ്ങിപ്പോയൊരു സുഖല്ലേ. ഹലോ ഹലോ ഡി, ഞാനെന്ന് എവിടെയാ കിടക്കണേ? ഞാൻ പ്രിൻസിനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ.